അസ്സലാമു അലൈക്കും. ഇന്നൊരു റമദാൻ വ്ളോഗായാലോ. റമദാൻ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഞാൻ ആലോചിക്കേണ്ട ഒരു റമദാൻ വ്ളോഗ് ഇടാൻ, പക്ഷെ പറ്റലില്ല. ഇന്ന് അത്താഴത്തിന് നീച്ചാൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡുണ്ടാവില്ല. അപ്പോൾ ഇന്ന് അതെടുത്തിട്ടേ കാര്യമുള്ളൂ എന്നും പറഞ്ഞിട്ട് നിന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫുഡ്. ഇന്ന് മുരിങ്ങൻ്റെ ഇല താളിച്ചതും ചിക്കൻ പൊരിച്ചതുമാണ്. പിന്നെ ഒരു ഉള്ളിച്ചമ്മന്തി ഞാൻ ഉണ്ടാക്കി. എനിക്ക് ഈ ചോറിൻ്റെ കൂടെ എന്തെങ്കിലും ചമ്മന്തിയോ അച്ചാറോ എന്തെങ്കിലും വേണം. ഇപ്പോൾ അധികം ഞാൻ അച്ചാറാണ് അത്താഴത്തിന് ടൈമിൽ എടുക്കല്. അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കി. എനിക്ക് എന്തോ അത് കഴിക്കാനൊരു പൂതി. ഉള്ളിയും പുളിയൊക്കെ ഇട്ടിട്ട് കഴിക്കലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? എനിക്ക് അങ്ങനെ എന്തെങ്കിലും വേണം ചോറ് ഇറങ്ങണമെങ്കിൽ. അതിന് ശേഷം പിന്നെ കുറച്ച് പാത്രങ്ങൾ മോറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പരിപാടിയിലാണ്. പിന്നെ ഇന്ന് അത്താഴത്തിന് ചായക്ക് പകരം ഞാൻ അവിൽ മിൽക്കാണ് ഉണ്ടാക്കിയത്. എല്ലാവരും മൈസൂരിപ്പായ അങ്ങനെ തിന്നുമ്പോൾ ഞാൻ ആ മൈസൂരിപ്പായ ഇടിച്ച് കുറച്ച് അവലിട്ട് കണ്ട് അവിൽ മിൽക്ക് അങ്ങോട്ട് വെച്ച് കാച്ചി. അതിനുശേഷം പിന്നെ ബീറ്റ്റൂട്ട് ലേഹ്യം കഴിക്കുകയാണ്. ബീറ്റ്റൂട്ട് ലേഹ്യം രാവിലെ വെറും വയറ്റിലും രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിക്കേണ്ട സാധനമാണ്. ബ്ലഡ് കൂടാനും ക്ഷീണം മാറാനും തടി വെക്കാനും കവിള് തുടുക്കാനും ഒക്കെ നല്ലതാണ്. ഇപ്പം നോമ്പായതുകൊണ്ട് ഈ ഒരു കോലല്ലേ ആയുള്ളൂ. അത് ഇതും കൂടി കഴിക്കുന്നതുകൊണ്ടാണ് ആ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറി നിൽക്കുന്നത് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഇതും കൂടി കഴിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കോലം കെട്ടി ഉണങ്ങിയാണ്. അപ്പോൾ ബ്ലഡ് കൂടാനും ക്ഷീണം മാറാനും പീരിയഡ്സ് റെഗുലർ ആവാനും നിറം വെക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ബീറ്റ്റൂട്ട് ലേഹ്യം എങ്ങനെ വാങ്ങണ്ടേ എന്നുള്ള കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കാം. അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഇവിടെ ഷാദു അല്ലാത്ത എല്ലാവരും അത്താഴത്തിന് നീക്കൂട്ടോ ഡെയിലി നോമ്പ് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് എൻ്റെ അനിയത്തി അനിയനും, ഇത് ഉപ്പ ഉമ്മ, പിന്നെ ഇതൊരു എൻ്റെ വലിയ അനിയത്തി. ഇതാ ഷാദു ഭയങ്കര ഉറക്കാട്ടോ. രാവിലെ എനിക്ക് ഞാൻ നൂൽപുട്ടും പഞ്ചാരയും കൊടുത്തു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി സ്കൂൾക്ക് പോകണം. അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ സ്നാക്ക് വേണമല്ലോ. അപ്പോൾ ഞാനൊരു വാട്ടർ മെലണും അതിലൊരു നൂൽപുട്ടും പഞ്ചാരയും വെച്ച് കൊടുത്തും ചെയ്തു കേട്ടോ. കഴിക്കൂല, ഇന്ന് ഉച്ച വരെ ഉള്ളൂ. പിന്നെ സ്നാക്ക് ഉണ്ട്, ലഞ്ച് ഇല്ല കേട്ടോ, നോമ്പല്ലേ. അപ്പോൾ 12 മണി വരെ ഉള്ളൂ. അപ്പോൾ അത് റെഡി ആക്കുകയാണ്. ഇതാ അവൻ്റെ സ്കൂളിൻ്റെ ബാക്ക് ഭാഗം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ സ്കൂൾക്ക് വിടുകയാണ്. ഞാൻ പിന്നെ ഒരു മാക്സി ഇട്ടിരിക്കണത്, അതുകൊണ്ട് പിന്നെ സ്കൂൾ ഗേറ്റ് വരെ പോയില്ല. ജസ്റ്റ് ഇവിടെ വരെ ആക്കിയിട്ട് പിന്നെ പോകാൻ പറഞ്ഞു. പിന്നെ അവൻ എക്സാമൊക്കെ എഴുതി വന്നു, വീട്ടിലെത്തി. അപ്പോൾ പിന്നെ ഞാൻ അവനക്ക് ഓട്സ് ആട്ടോ ഉണ്ടാക്കി കൊടുത്തത്. ഇന്ന് വൈകുന്നേരം നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഈസി കസ്റ്റാർഡ് റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനൊരു പാക്കറ്റ് പാൽ വേണം. അപ്പോൾ അത് തിളപ്പിച്ചിട്ട് ഈ കസ്റ്റാർഡ് പൗഡർ കടയിൽ എത്ര 38-40 രൂപയേ ഉള്ളൂ. വാനിലൻ്റെ ഉണ്ട്, മാംഗോ സ്ട്രോബെറി ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മാംഗോൻ്റെ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് പൗഡർ എടുത്തിട്ട് കുറച്ച് പാൽ പിന്നെയും ആദ്യം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാലൂടെ ഒഴിക്കണം. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യാം. പിടിക്കാണ്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മിക്സ് ചെയ്ത് കാണ്ടിരിക്കണ ദോരയിൽ നമ്മുടെ പാല് തിളച്ച് തൂകിപ്പോയി ഗൈസ്. ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ പിന്നെ അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വാങ്ങി വെക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തത് ഈ ഒരു പരുവാകുമ്പോൾ വാങ്ങി വെക്കുക. ഇങ്ങനെ ആയി കിട്ടും കേട്ടോ. പിന്നെ ഇതിൽ പഞ്ചസാര ഇടാൻ ഞാൻ മറന്നു ഗൈസ്. അപ്പോൾ ഇനി പഞ്ചസാരയും കൂടി ഇടണം കേട്ടോ. അപ്പോൾ അതിടുക. നമുക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാരയും കൂടി ഇടുക കേട്ടോ. എന്നിട്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. നല്ലോണം ചൂടാറണേ. അപ്പോൾ ഇതാ ഷാദു ഓൺലൈൻ ക്ലാസ്സിലാണ് കേട്ടോ. അപ്പോൾ മദ്രസ ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ട്, സ്കൂളിൽ മദ്രസ ഉണ്ട് എന്നാലും ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൽമ ഗാർഡിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് റെസിപ്പിക്ക് തന്നെ വരാം. അപ്പോൾ നമ്മുടെ വത്തക്കയും പിന്നെ മുന്തിരിയും കൂടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി പീസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പൈനാപ്പിൾ ആപ്പിളൊക്കെ ഇടാട്ടോ. അതിനൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മളെ കസ്റ്റാർഡ് റെസിപ്പിയിൽ ആഡാക്കാൻ പോണത്. എന്നിട്ട് നമ്മൾ തണുപ്പിക്കാൻ വേണ്ടി വെച്ച ആ ബാറ്റർ ഇതിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കാം കേട്ടോ. ഇനി നമുക്ക് നോമ്പറക്കുമ്പോൾ എടുക്കാം. വൈകുന്നേരം ഇക്ക മീനിട്ട് വന്നിരുന്നു. അപ്പോൾ പിന്നെ ഇക്കാനെ തന്നെ അടുക്കളയിൽ കയറ്റി ഫിഷ് ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഇക്കാടെ വകയാണ് നമുക്ക് ഫുഡ്. ബാങ്ക് കൊടുക്കാനായി ഇത്രയും ആണ് കേട്ടോ ഒന്നുള്ളത്. ഫ്രൂട്ട് സലാഡും പിന്നെ ബ്രെഡ് പൊരിച്ചതും വത്തക്കയും.
ബിരിയാണി എങ്ങനെ? ഫിഷ് ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു. ബാക്കി ഉണ്ടായിരുന്നില്ല, അത്താഴത്തിനും കൂടി ഉണ്ടാക്കി വെച്ചിരുന്നു, പക്ഷെ അതിനുള്ളത് ഉണ്ടായില്ല. എല്ലാവരും കഴിച്ചു, വയറ് നിറച്ച് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ഒരു 11:30-12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ ടൈമിൽ ഞങ്ങൾ കൂട്ടിലങ്ങാടി ഒരു തട്ടുകട ഉണ്ട്, അവിടെ പോയി. ഞാൻ ബോട്ടിയും പൂളിയാണ് ഓർഡർ ചെയ്തത്. ഇക്ക പൂളിയും ബീഫ് ചില്ലിയും, ഷാദു പിന്നെ മക്രോണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കുഴപ്പമില്ല കേട്ടോ ഫുഡൊന്നും. അപ്പോൾ ഞാനിതിന് മുന്നേ ഇടയ്ക്ക് ഇതിന് പോന്നിട്ടുണ്ട്. ഈ ബോട്ടി ഫ്രൈ ചെയ്തിട്ടുള്ള പൂളിയും ബോട്ടി നല്ല അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നല്ലൊരു ചായയും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ. അപ്പോൾ പിന്നെ കൂട്ടിലങ്ങാടിത്തതെ ഇതാണ് കേട്ടോ സ്പോട്ട് വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.